من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا وعد الله حقا ومن أصدق من الله قيلا സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭങ്ങളിലും പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ കാരുണ്യവാനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും വളരെ വേഗം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തെ അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പോസിറ്റീവായി ഉപയോഗപ്പെടുത്താൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. കുറെ ആളുകൾ പരാതികളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ വർത്തമാനകാലത്ത് ജീവിക്കാൻ തയ്യാറാവാതെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആശങ്കയിൽ ജീവിക്കുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നൽകിയിരിക്കുന്ന അസംഖ്യം അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അതിന് നന്ദി കാണിക്കാനോ ശ്രമിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ വൽ ഫറാഗ്. ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള വചനമാണ്. രണ്ട് അനുഗ്രഹങ്ങൾ, അധിക ആളുകളും പാഴാക്കുന്ന രണ്ട് അനുഗ്രഹങ്ങൾ: ആരോഗ്യം, ഒഴിവു സമയം. ഈ രണ്ട് അനുഗ്രഹങ്ങൾ മിക്ക ആളുകളും മിക്ക മനുഷ്യരും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് തീരുമാനിക്കപ്പെട്ട മരണം സമയമാവുന്ന ഘട്ടത്തിൽ മലക്കുൽ മൗത്ത് വരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. നീ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടേക്ക് വന്നേക്കാം. നീ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന കോട്ടയുടെ ഉള്ളിലാണെങ്കിൽ പോലും മരണം അവിടേക്ക് വരുന്നതാണ്. വ്യത്യസ്ത രൂപത്തിലുള്ള മരണങ്ങൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ കണ്ണ് തുറക്കേണ്ടതുണ്ട്. വിശ്വാസി യഥാർത്ഥ നിലപാടുള്ളവനാണ്.
ആ നിലപാടെന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആയുസ്. ദീർഘകാലം ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് അവസരം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഖൈറുൻ നാസ് മൻ ത്വാല ഉംറുഹു വഹസ്സുന അമലുഹു. തുർമുദി ഉദ്ധരിക്കുന്ന വചനമാണ്. ഏറ്റവും ഭാഗ്യമുള്ള, ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ആരാണ് അയാൾ? കർമ്മം നന്നായിരിക്കുകയും കർമ്മം നന്നാവുക, ദീർഘായുസ് ലഭിക്കുക, ഇത് രണ്ടും സമന്വയിപ്പിക്കാൻ ആർക്കാണ് അള്ളാഹു അവസരം നൽകിയിരിക്കുന്നത്? അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും ഭാഗ്യം സിദ്ധിക്കുക. സാധാരണ നമ്മൾ കണക്കുകൂട്ടാറുള്ളത് നല്ല സമ്പത്തുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല മക്കളുണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ഭാഗ്യത്തിന്റെ മാനദണ്ഡമായി നമ്മൾ കരുതുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് കർമ്മം നന്നാവുക എന്നുള്ളതാണ്. ഒപ്പം ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് ദീർഘായുസ് ലഭിച്ചു. അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ട വിലപ്പെട്ട സമയത്തെ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിശോധിക്കേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ അറദ്ത അൻ തദ്കുറ ഗുയൂബ സാഹിബക ഫദ്കുർ ഗുയൂബക. നിന്റെ കൂട്ടുകാരന്റെ ന്യൂനതകൾ പറയണമെന്ന് നീ ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ, നിന്റെ കൂട്ടുകാരന്റെ ന്യൂനതകൾ പറയണമെന്ന് നീ ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ നിന്റെ ന്യൂനതകളെ സംബന്ധിച്ച് നീ ചിന്തിക്കുക. നമുക്കൊക്കെ മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിക്കാനും കണ്ടെത്താനും ഏറെ താല്പര്യമുണ്ട്. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുക എന്താണ്? എനിക്ക് എന്ത് ന്യൂനത ഉണ്ട്, എന്ത് പോരായ്മയുണ്ട്? ആപത്തുകളും മരണങ്ങളും ദുരന്തങ്ങളും വന്ന് ഭവിക്കുന്ന ഘട്ടത്തിൽ അവരെങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എന്ന് പറയുന്നതിന് ബദൽ ഞാൻ എന്താണ്, ഞാൻ എന്ത് മാറ്റമാണ് എന്റെ ജീവിതത്തിൽ വരുത്തേണ്ടത് എന്ന ചിന്ത, നമ്മുടെ സമയത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ഉറച്ച തീരുമാനം സഹോദരങ്ങളെ നമ്മൾ നടത്തേണ്ടതുണ്ട്. യഖ്തറബ ലിന്നാസി ഹിസാബുഹും. വിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന കാര്യമുണ്ട്. ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തു വന്നിരിക്കുന്നു. എന്നാൽ രക്ഷിതാവിന്റെ അധ്യാപനങ്ങളെ സംബന്ധിച്ച് അവർ അജ്ഞതയിലാണ്, ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മുഖ്യമായും ജീവിതത്തിൽ പ്രാധാന്യം നൽകേണ്ട കാര്യത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധ മാറ്റിയിരിക്കുന്നു. അനാവശ്യ സംസാരങ്ങൾ വർദ്ധിക്കുന്നു. ഒരു കാര്യവുമില്ലാതെ ചാറ്റിംഗ്, സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ കൂടി നമ്മൾ നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നത് ബ്രൗസ് ചെയ്യാനും ചാറ്റ് ചെയ്യാനും, അതിനുള്ള എല്ലാ ഓപ്ഷൻസും, അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോ സമയം പോകുന്നത് നമ്മൾ അറിയില്ല. സഹോദരങ്ങളെ, സമയം എങ്ങനെ ചെലവഴിക്കാം? പ്രത്യേകിച്ച് യുവാക്കളും മധ്യവയസ്കരും പ്രായം ചെന്നവർ പോലും വെറുതെങ്ങനെ കാണുകയാണ്. എന്താണ് കാണുന്നത്? ആ കാണുന്നതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത് ചിന്തിക്കുന്നില്ല. ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയങ്ങൾ നീക്കിവെക്കുന്ന ആളുകളുണ്ട്. ഗെയിംസ് തന്നെ കാണുന്നു, എന്നിട്ട് ആ ഒരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക് പോവാണ്. വാട്സപ്പിൽ മെസ്സേജുകൾ വന്നോ. ആരുടെ മെസ്സേജ്? എന്ത് മെസ്സേജ്? എന്തിനു വേണ്ടി? ചിന്തിക്കുന്നില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ആയുസ്സും ആരോഗ്യവും അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടി, അള്ളാഹുവെ സ്മരിക്കാൻ വേണ്ടി, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി സമയം ഞാൻ നീക്കിവെച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണ്ടേ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. വിശുദ്ധ ഖുർആൻ പരിഹാസത്തെ സംബന്ധിച്ച്, തമാശയെ സംബന്ധിച്ച് നമ്മോട് ഉണർത്തുന്ന കൽപ്പനയാണ്. സൂറത്തുൽ ഹുജറാത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സത്യവിശ്വാസികളെ ഒരു ജനവിഭാഗവും മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി നാം കണ്ടുകൊണ്ടിരിക്കുന്ന പലതും സമയം അധ്വാനം ചിലവഴിക്കുന്നത് മറ്റുള്ളവരെ പരിഹസിക്കാനാണ്, മറ്റുള്ളവരെ കളിയാക്കാനാണ്.
ആ കളിയാക്കാൻ വേണ്ടി പോസ്റ്റുകൾ ഇടുക. എന്നാൽ വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? ഈ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. നീ പരിഹസിക്കാൻ പോകുമ്പോൾ നീ കരുതേണ്ടത് നിന്നേക്കാളും മെച്ചപ്പെട്ടവനായിരിക്കും അപ്പുറത്തുള്ള ആൾ. വലാ തുസഗ്ഗിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മർഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഒരു വിശ്വാസി ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളെ സംബന്ധിച്ച് സൂറത്തുൽ ലുഖ്മാൻ 18-ാമത്തെ വചനത്തിൽ കൂടി അല്ലാഹു ബോധ്യപ്പെടുത്തുകയാണ്. നീ അഹങ്കാരത്തോടുകൂടി മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിച്ചു കളയാൻ പാടില്ല. ആളുകളോട് മയത്തിൽ നൈർമല്യത്തിലാണ് പെരുമാറേണ്ടത്. ഭൂമിയിൽ നീ ഒരിക്കലും പൊങ്ങച്ചം കാട്ടി നടക്കാൻ പാടില്ല. എത്ര പൊങ്ങച്ചക്കാരാണ് ഈ ഭൂമിയുടെ അടിയിൽ വസിക്കുന്നത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ നൽകുന്നത്. വളരെ വിനയത്തോടുകൂടി അള്ളാഹുവിന്റെ ദാസന്മാർ, അള്ളാഹുവിന്റെ അടിയാറുകൾ വളരെ സംയമനത്തോടുകൂടി മിതത്വത്തോടുകൂടി ഭവ്യതയോടുകൂടിയിട്ടാണ് ജീവിക്കുക. അതുകൊണ്ട് വലാ തുസഗ്ഗിർ ഖദ്ദക ലിന്നാസ്, നീ ഒരിക്കലും അഹങ്കാരത്തോടുകൂടി മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിച്ചു കളയരുത്. ചിലപ്പോൾ അവൻ പാവപ്പെട്ടവനായിരിക്കും, അവന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. എന്നാൽ അയാളോട് പോലും മാന്യമായി നീ സംസാരിക്കണം. ഭൂമിയിൽ നീ പൊങ്ങച്ചം കാട്ടി നടക്കരുത്. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായിട്ടുള്ള ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. സഹോദരങ്ങളെ, സമയം സിന ചെയ്യാൻ വേണ്ടി, സിന കാണാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ അറിയാതെ പിശാച് അവരെ പിടിക്കുകയാണ്. വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. സൂറത്ത് ഇസ്രാ 32-ാമത്തെ വചനം. നമ്മുടെ സമയം നമ്മൾ സിന കാണാൻ വേണ്ടി, വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ കാഴ്ച വ്യഭിചാരാണ്, കേൾവി വ്യഭിചാരാണ്. അല്ലാതെ ലൈംഗികമായ ബന്ധം ചേർക്കുന്നത് അതുമാത്രമല്ല വ്യഭിചാരം. അതുകൊണ്ട് നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത്. തീർച്ചയായും അത് ഒരു നീചവൃത്തിയും ദുഷിച്ച മാർഗവുമാകും. പോൺ സൈറ്റുകളിൽ കൂടി നഗ്നമായ ചിത്രങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക, അതൊരു രോഗമാണ്. ഈ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് എന്റെ അടുത്ത് എത്തുകയാണ്. ഇപ്പോ ഭർത്താവിന്റെ രോഗം എന്താണ്? ഭാര്യയുണ്ട്. ഈ ഭാര്യയെ വിട്ടുകൊണ്ട് ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഈ ഒരു പോൺ സൈറ്റുകൾക്ക് എഡിക്റ്റഡായി മാറിയിട്ടുണ്ട്. ഭാര്യക്കറിയാം, എന്നിട്ട് പോലും ഒരു നാണവുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ 2-3 കുട്ടികളുടെ ഉപ്പയാണ് ഈ കാര്യം ചെയ്യുന്നത്. സഹോദരങ്ങളെ, വലാ തഖ്റബൂ മാലൽ യതീം ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ദ വഔഫൂ ബിൽ അഹ്ദ് ഇന്നൽ അഹ്ദ കാന മസ്ഊല. അതുപോലെ തന്നെ ഖുർആൻ പറയുന്ന മറ്റൊരു കൽപ്പനയാണ്, അനാഥക്ക് പ്രാപ്തി എത്തുന്നത് വരെ ഏറ്റവും നല്ല രീതിയിലല്ലാതെ അവന്റെ സ്വത്തിനെ നിങ്ങൾ, അനാഥകളുടെ സ്വത്തിനെ നിങ്ങൾ സമീപിക്കാൻ പാടില്ല. നിങ്ങളുടെ കൈകാര്യ കർത്തൃത്വത്തിലുള്ള അനാഥകളുടെ സ്വത്ത് സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അത് അനധികൃതമായിട്ട് തിന്നാൻ പാടില്ല. അത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ നിറക്കുന്ന തീയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വേറെ ആയത്തിൽ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കരാർ നിറവേറ്റണം. തീർച്ചയായും കരാറിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹിനോടുള്ള കരാറിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിന്റെ അടിമകളോടുള്ള കരാറിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലേ? ഈ കരാറ് പാലിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു എഗ്രിമെന്റ് ഉണ്ട് സഹോദരന്മാരെ. ഏകനായ അള്ളാഹിനെ മാത്രമേ ഞാൻ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു എഗ്രിമെന്റ് അള്ളാഹിനോട് നമ്മൾ നടത്തിയിട്ട് അങ്ങോട്ട് വന്നത്. എന്നിട്ടാണ് അള്ളാഹു അല്ലാത്തവരോട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത്, പറയുന്നത്. സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പല ആളുകളും അവരുടെ കൈകളിൽ ഒരു ചരട് മന്ത്രിച്ച് കെട്ടിയതായി കാണുന്നു. പെൺകുട്ടികൾ പ്രത്യേകിച്ച് കറുത്തൊരു ചരട്. എന്താ? ഏതെങ്കിലും ദർഗയിലോ മക്കാമിലോ പോയിട്ട് ഇന്ന ഉസ്താദ് അത് മന്ത്രിച്ച് തന്നതാണ്. ദുഃഖം മാറാൻ വേണ്ടി, പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി, ദുരന്തങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി എന്നൊക്കെ ഓമനപ്പേരിൽ മന്ത്രിച്ചു കൊടുക്കുകയാണ്.
അത് മുറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ള ബേജാറിൽ ഈ സാധുക്കൾ അത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഒരു തമീമ, ഏലസ്, ഇത്തരത്തിലുള്ള ഐക്കല്ല്, നൂല്, ഇതൊക്കെ മന്ത്രിച്ച് കെട്ടുകയാണെങ്കിൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഗോപ്യമായ രൂപത്തിൽ, നമ്മൾ അറിയാത്ത രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കും. അതുകൊണ്ട് കരുതിയിരിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ പറയാണ്, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ വഅദല്ലാഹി ഹഖ്ഖാ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല. സൂറത്തുൻ നിസാ 122-ാമത്തെ വചനം. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവരെ നാം കീഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ദുനിയാവിൽ പ്രയാസങ്ങൾ സഹിക്കുന്ന രൂപത്തിൽ, ക്ലേശം സഹിക്കുന്ന രൂപത്തിലാണ് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. എത്ര സമ്പന്നനാണെങ്കിലും എത്ര ഉന്നതിയിലാണെങ്കിലും അയാൾക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. ആ രൂപത്തിൽ പ്രശ്നങ്ങൾ സഹിക്കുന്ന രൂപത്തിൽ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെ. ക്ഷമ അവലംബിക്കണം. ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ക്ഷമ അവലംബിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. അത് സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ക്ഷമ അവലംബിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവരാണ് കീഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അള്ളാഹ് ഒരുക്കിയ സൽക്കാരമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ പ്രവേശിക്കുക. എന്താണ് സവിശേഷത? ഖാലിദീന ഫീഹാ അബദ. ആ സ്വർഗം എന്ന് പറഞ്ഞാൽ പിന്നീട് അവിടുന്ന് പുറത്തു വരുന്ന പ്രശ്നമല്ല. ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഏത് സൗകര്യങ്ങളും ടൈം ബൗണ്ടഡ് ആണ്. ഒരു നിശ്ചിത കാലാവധി വരെയുള്ളൂ. നല്ല ആരോഗ്യമുള്ള ആളുകൾ പെട്ടെന്ന് കിടപ്പിലാകുന്നു, സ്ട്രോക്ക് വരുന്നു, കിഡ്നി ഫെയിലിയർ ആവുന്നു. ഇത് സാർവത്രികമായി കൊണ്ടിരിക്കുമ്പോ ഈ ദുനിയാവിനെ അള്ളാഹു സൃഷ്ടിച്ചത് അപ്രകാരമാണ്. എന്നാൽ പരലോകം സഹോദരങ്ങളെ, ഖാലിദീന ഫീഹാ അബദ, സ്വർഗീയ അനുഭൂതികളിൽ നിങ്ങൾ ശാശ്വതരാണ്. വഅദല്ലാഹി ഹഖ്ഖാ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അല്ലാഹുവേക്കാൾ സത്യസന്ധമായി സംസാരിക്കുന്നവൻ ആരുണ്ട്? അപ്പോ അല്ലാഹ് ഈ ദുനിയാവിനെ ക്രമീകരിച്ചത്, സൃഷ്ടിച്ചത് പരീക്ഷണമായിക്കൊണ്ട് മാത്രമാണ്. ഓരോ സെക്കൻഡും പരീക്ഷണങ്ങളിലാണ് ഞാനും നിങ്ങളും എന്നുള്ള ബോധ്യത്തോടുകൂടി സമയത്തെ നമ്മൾ ചിലവഴിക്കാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് കാര്യമായി നിങ്ങളോട് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി, അല്ലാഹുവെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയില്ല. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താണ് കൂട്ടർ, നിങ്ങൾ എന്താണ് അള്ളാഹ്ക്കൊരു ഗൗരവം കൊടുക്കാത്തത്? അള്ളാഹ് ആരാണ് എന്ന് നമുക്കറിയില്ല. അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഅൽ ബസർ ഹൽ തറാ മിൻ ഫതൂർ. സൂറത്തുൽ മുൽക്ക് 3-ാമത്തെ വചനത്തിൽ കൂടി അള്ളാഹ് ചോദിക്കുന്നു, 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാണ് അവൻ. ആധുനിക പഠനം ഗാലക്സികളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് സയന്റിസ്റ്റുകൾ സിദ്ധാന്തിക്കുന്നു. അനേകം ഗാലക്സികളിൽപ്പെട്ട
ഒന്നാണ് യഥാർത്ഥത്തിൽ, അതിലൊരു ഗ്രഹമാണ് യഥാർത്ഥത്തിൽ സൂര്യൻ. ആ സൂര്യൻ അതിന്റെ അടുത്തുള്ള ഭൂമി അല്ലെ, ആ ഭൂമിയിൽ താമസിക്കുന്ന ഒരു രാജ്യത്തുള്ള അംഗങ്ങളാണ് നമ്മൾ വളരെ നിസ്സാരനാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതാണോ അല്ലാഹുവിന് പ്രയാസം, നിങ്ങളെ സൃഷ്ടിക്കുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. 7 ആകാശങ്ങളിൽ ഒരാകാശത്തിൽ പോലും അതിന്റെ സംവിധാനങ്ങളെ പോലും കൃത്യമായി മനസ്സിലാക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, സഹോദരങ്ങളെ, 7 ആകാശങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അടുക്കുകളായി സൃഷ്ടിച്ചവനാണവൻ. പരമകാരുണികന്റെ സൃഷ്ടിപ്പിൽ യാതൊരു കുറവും നീ കാണുകയില്ല. എന്തെങ്കിലും ഒരു ന്യൂനത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സംവിധാനത്തിന്റെ ബാക്കിപത്രമായിക്കൊണ്ട് റോബോട്ടുകൾ മനുഷ്യൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റോബോട്ട് സൃഷ്ടിക്കാൻ വേണ്ടി, നിർമ്മിക്കാൻ വേണ്ടി മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ബുദ്ധിശക്തിയാണ്. എന്നാൽ അല്ലാഹു ചോദിക്കുകയാണ്, പരമകാരുണികന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നീ കാണുകയില്ല. എന്നാൽ നീ ദൃഷ്ടിയൊന്ന് തിരിച്ചു കൊണ്ടുവരൂ. വല്ല കുറവും നീ കാണുന്നുണ്ടോ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ വല്ല ന്യൂനതയും, അതായത് പ്രപഞ്ചത്തിന്റെയോ നിന്റെയോ സൃഷ്ടിപ്പിൽ വല്ല കുറവും നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരിക്കലുമില്ല സഹോദരന്മാരെ. എന്നതൊക്കെ കാണുമ്പോ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ട് എന്താ പറയുന്നത്? ഇതൊന്നും അല്ലാഹു വെറുതെ സൃഷ്ടിച്ചതല്ല, കൃത്യമായ ലക്ഷ്യബോധമുണ്ട് സഹോദരന്മാരെ. അല്ലാഹു ഇങ്ങനെ ഓരോ സെക്കൻഡും നമ്മളെ പരീക്ഷിക്കുകയാണ്. അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നുണ്ടോ? അള്ളാഹു നൽകിയിരിക്കുന്ന ഔദാര്യമായ സമയത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിരതനാവാൻ തയ്യാറാവുന്നുണ്ടോ? ഇതാണ് പരീക്ഷണം. പ്രായം ചെന്ന മാതാപിതാക്കൾ നമ്മുടെ അടുത്തുണ്ട്. എന്നാൽ ആ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ നമുക്ക് സമയമല്ല. വഖല്ലാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. സൂറത്ത് ഇസ്രാ 23-ാമത്തെ വചനാണ്. എന്താണ്? അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പരാമർശിച്ചതിന് ശേഷം ഖുർആൻ പറയാണ്, നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, ഉമ്മക്കുപ്പങ്ങൾ നന്മ ചെയ്യണം. അത് നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. നിന്റെ രക്ഷിതാവ് അത് വിധിച്ചിട്ടുണ്ട്. അള്ളാന്റെ പ്രഖ്യാപനാണ്, അള്ളാന്റെ വിധിയാണ്. അവരിൽ ഒരാളോ അവരിൽ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ ഛേ എന്ന് പോലും പറയാൻ പാടില്ല, അവരോട് നീ കയർക്കാൻ പാടില്ല, അവരോട് നീ മാന്യമായ വാക്ക് പറയണം. കൽപ്പനയാണ്. എന്നാല് സൗകര്യങ്ങളുണ്ട്, സമ്പത്തുണ്ട്, ജോലിയുണ്ട്, മക്കളുണ്ട്, ഒക്കെ ഉണ്ട്. പ്രായം ചെന്ന മാതാപിതാക്കൾ വീട്ടിലുണ്ട്. അവരെ ബോധർ ചെയ്യാതെ, അവരെ ഗൗനിക്കാതെ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാതെ ഇയാളിങ്ങനെ വിചാരിക്കുകയാണ് എന്നും ഈ ബാല്യത്തിൽ, യൗവനത്തിൽ ഇവൻ നിലനിൽക്കും. സഹോദരന്മാരെ, നമ്മെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം അങ്ങേയറ്റം കരുണയുള്ള, സ്നേഹമുള്ള ആ മാതാപിതാക്കൾ നമുക്ക് ഓരോരുത്തർക്കു വേണ്ടിയും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നീ അവരോട് എന്ത് നമ്മൾ മോശപ്പെട്ട രൂപത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ പോലും ആ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആയുടെ ഫലമായിട്ടാണ് നമ്മളൊക്കെ കേടില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകും. ഒരുപാട് ന്യൂനതകൾ, പോരായ്മകൾ, തെറ്റുകൾ പറയുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമുക്ക് പുറത്തു തരട്ടെ. അവന്റെ കാരുണ്യത്തിന്റെ കേദാരമായ ജന്നാത്തുൽ ഫിർദൗസിൽ വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വീടുകളിലുണ്ട്, ഹോസ്പിറ്റലുകളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما وألحقنا بالصالحين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وأصحابه أجمعين.